വായനാ ദിനത്തോടനുബന്ധിച്ച് ചിറ്റൂർ വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൗന വായന നടത്തി. വായനയ്ക്ക് 1800ഓളം കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. ക്ലാസ് മുറിക്ക് പുറത്തുള്ള ഈ വായന കുട്ടികൾക്ക് പുത്തൻ ഉണർവ് നൽകി. വായനാശീലത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള ഈ ആശയം കുട്ടികൾക്ക് വളരെയധികം പ്രോത്സാഹനജനകമായിരിക്കുമെന്ന് പ്രധാനാധ്യാപിക KG ബിനീത പറഞ്ഞു. ഇന്നത്തെ ദിവസം വായനാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ കുട്ടികളിലേക്കും വായന എത്തിക്കുന്നതിന് വേണ്ടി ഒരു 15 മിനിറ്റ് മൗന വായന ആചരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും പുസ്തകം വായിച്ചു. അവരെ ലൈബ്രറിയിൽ നിന്നെടുത്ത പുസ്തകങ്ങളും അവരുടെ പാഠപുസ്തകങ്ങളുമായിട്ട് കൃത്യമായി എല്ലാ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾ 1883 കുട്ടികളാണ് പഠിക്കുന്നത്. അത്രയും കുട്ടികളും ഉൾപ്പെടെ ഇന്നത്തെ മൗന വായനയിൽ പങ്കെടുത്തു. സ്കൂളിലെ നല്ലൊരു പ്രവർത്തനമായിട്ട് നല്ല അനുഭവമായെന്ന് കുട്ടികളും പ്രതികരിച്ചു. വായന എന്ന് പറയുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാവരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളെപ്പോഴും കളിക്കുന്ന ഈ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് നേരം പുസ്തകങ്ങളിലൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇതിനുവേണ്ടി സ്പെഷ്യൽ അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കഴിവുകൾ തെളിയിക്കാനും നല്ല നല്ല പുസ്തകങ്ങൾ പരിചയപ്പെടാനും ഞങ്ങൾക്ക് ഇതിലൂടെ കഴിഞ്ഞു. ഇവിടെയുള്ള ലൈബ്രറി പുസ്തകങ്ങളും അല്ലാത്ത പാഠപുസ്തകങ്ങളിലെ കഥകളൊക്കെ ഞങ്ങൾ പരസ്പരം ഇവിടെ ഇരുന്ന് പങ്കുവയ്ക്കുകയാണ്. ഇത് നല്ലൊരു അവസരമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഇന്ന് വായനാ ദിനമാണ്. TN പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ് വായനാ ദിനം ആഘോഷിക്കുന്നത്. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. എനിക്ക് വാങ്ങി വായിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിക്കുന്നത് ഓതർ ബോർഡാണ്. എനിക്ക് മുമ്പ് വായിച്ച അഖിൽ ധർമ്മജനാണ് ഇതിൻ്റെ ഓതർ. അയാളുടെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് കെയർ ഓഫ് ആൻഡിയാണ്. അതൊരു സിനിമാറ്റിക് നോവലാണ്. വളരെ രസകരമായൊരു ബുക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. GVJS സ്കൂളിൽ കുറേ പരിപാടി ഉണ്ടായിരുന്നു. കുറേ കുട്ടികളുടെ പാട്ടുണ്ടായിരുന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുറേ പ്രസംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇന്ന് ഒത്തുകൂടി എല്ലാവരും കൂടി ഒരു ഗ്രൗണ്ടിലിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വായിച്ചു. നല്ല നല്ല അനുഭവങ്ങളായിരുന്നു. ഒത്തുകൂടി ഗ്രൗണ്ടിൽ നിന്ന് വായിക്കുന്ന എനിക്ക് നല്ല അനുഭവമായിരുന്നു. ഇന്ന് രാവിലെ കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. UP കുട്ടികളുടെ ഡാൻസും പ്രോഗ്രാമും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു അനുഭവം. ഇക്കാലത്തെ വായനയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് എല്ലാവരും ഡിജിറ്റൽ ലോകത്താണ് കൂടുതൽ പേരും മുഴുകിയിരിക്കുന്നത്. നന്നായി വായിച്ചാൽ പുതിയ അനുഭവങ്ങളൊക്കെ കിട്ടും. നന്നായി വായിക്കുക പുതിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ദിനാചരണത്തിന് നേതൃത്വം നൽകി. UTV ന്യൂസ്, പാലക്കാട്.